ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടബ്ല്യൂഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. സൈബർ അറ്റാക്ക് അർജുൻ ഫാമിലി. അപ്പോൾ ശിരൂരിൽ ലോറി അപകടത്തിൽ മരിച്ച അർജുൻ. അപ്പം 71 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയതും അതിനുശേഷം അത് സംസ്കരിച്ചതും എല്ലാം നമ്മൾ ഇങ്ങനെ മീഡിയയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ കേരളം മൊത്തം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിനങ്ങളായിരുന്നു ആ ദിനങ്ങൾ, 71 ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ആ മണ്ണിനടിയിൽ അദ്ദേഹം കുടുങ്ങിപ്പോവുകയും പിന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെത്തുകയും ഒക്കെ ചെയ്ത് ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുന്നത്, നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന ഒരു ദിനങ്ങളായിരുന്നു 71 ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു, മൃതദേഹമൊക്കെ അടക്കം ചെയ്തെങ്കിലും പിന്നെയും ആ കുടുംബത്തിനെ അല്ലെങ്കിൽ ആ വിവാദങ്ങൾ പിന്നെയും അവസാനിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം പിന്നെ വൻ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി, അർജുൻ്റെ ഫാമിലി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അർജുൻ്റെ ഫാമിലി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇന്നലെയാണ് അർജുൻ്റെ സഹോദരിയായ അഞ്ജു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തത്. പരാതിയിൽ പറയുന്ന ഇപ്രകാരമാണ്. അതായത് ലോറി ഉടമ മനാഫിനെതിരെയാണ് കേസ്. ലോറി ഉടമ മനാഫിനെതിരെയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടത്തിയവർക്കെതിരെയുമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് മനാഫിനെതിരെയും അതോടൊപ്പം സൈബർ അറ്റാക്ക് നടത്തിയവർക്കെതിരെയുമുള്ള കേസ് പോലീസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പിലാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം കുടുംബത്തിൻ്റെ മൊഴി ഇന്ന് എടുക്കുമെന്നും അതോടൊപ്പം സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഏതായാലും വൻ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആയിരുന്നു കുടുംബം നേരിട്ടത്. ഇതിന് കാരണം മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു കുടുംബത്തിന് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം. പിന്നീട് സൈബർ അറ്റാക്ക് രൂക്ഷമായതിനെ തുടർന്ന് മനാഫ് പത്രസമ്മേളനം നടത്തുകയും ഇതിനെതിരെ മാപ്പ് ചോദിക്കുകയും ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം ഇനി സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുകൾ ഉണ്ടാക്കരുതെന്നും മനാഫ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു, മാപ്പ് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും കുടുംബം പരാതി നൽകിയിരിക്കുകയാണ് മനാഫിനെതിരെയും അതോടൊപ്പം സോഷ്യൽ മീഡിയ ആക്രമണം നടത്തിയവർക്കെതിരെയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ഏതായാലും പോലീസ് ഇന്ന് കുടുംബത്തിന് മൊഴിയെടുക്കുകയും അതോടൊപ്പം സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുകയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെത്തുകയും അതിനോടൊപ്പം അടക്കം ചെയ്ത് കഴിഞ്ഞ തുടർന്ന് പിന്നെ വിവാദങ്ങളാണ് കുടുംബത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും മലയാളി വളരെയധികം നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന ഒരു കുറച്ച് നാളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം കിട്ടാനായിട്ട്. ആദ്യം അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നുള്ള രീതിയിലും അതിന് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെത്താം, അത് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് എല്ലാവരുടെയും മനസ്സ് മാറുകയും അങ്ങനെ ഒരു 71 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം നമുക്ക് കിട്ടിയത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ ഇങ്ങനെ ചിലർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇന്ന് കൂടുതൽ അന്വേഷണങ്ങൾക്ക് പോലീസ് ഉത്തരവിട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.